ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജോയ് സർ, സ്വാഗതം പറഞ്ഞ ശ്രീ അരവിന്ദാക്ഷൻ സർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നീതമായ നമസ്കാരം. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി ഒരു ദീർഘവീക്ഷണം നടത്തുക എന്നുള്ളതാണ് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിൽ പലരും ക്രോസ് ചെയ്തിട്ടുള്ളതായിരിക്കും, പലർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ പൊതുമണ്ഡലത്തിൽ പലപ്പോഴും ഉള്ളതാണ്. എന്നിരുന്നാലും അവയെ എങ്ങനെ ആ ഡോട്ട്സ് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെ ഇതെല്ലാം കൂടെ ഈ ക്രൈസിസിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഒടുക്കം ഇരുന്നു കട്ടിലൊടിച്ചു തന്നു, അല്ലെ? ഒരു കട്ടിലിന് മുകളിൽ കുറെ ആൾ ഇരുന്നു, അങ്ങനെ കുറെ ആൾ ഇരുന്നപ്പോഴൊക്കെ കട്ടിൽ താങ്ങി. അവസാനം ഒരാൾ വന്ന് ഇരുന്നപ്പോ ഒടിഞ്ഞു. അപ്പൊ ഒടിഞ്ഞതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ആർക്കാണ്? ഒടുക്കം ഇരുന്ന ആൾക്കാണ്. ശരിക്കും അങ്ങനെയല്ല, ഒടുക്കം ഇരുന്ന ആൾക്കല്ല, എല്ലാവരുടെയും കൂടി വെയിറ്റ് കാരണമാണ് കട്ടിൽ ഒടിഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അതേപോലെ നമ്മളിപ്പോ ഇതൊരു ക്രൈസിസിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയ ഒരു ഇഷ്യൂ അല്ല. ഇതിവിടെ ദശാബ്ദങ്ങളായിട്ട് നമ്മൾ പിന്തുടരുന്ന നയങ്ങൾ, നമ്മൾക്കിവിടെ ഉള്ള പൊതുബോധം, നമ്മളിവിടെ സൃഷ്ടിക്കുന്ന നെറേറ്റീവ്സ്, നമ്മൾ പിന്തുടരുന്ന പ്രത്യയശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് ഫിലോസഫീസ്, ഇതിന്റെ എല്ലാം ഒരു ആകത്തുക ഇന്ന് ഈ ക്രൈസിസിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതോ ഈ ഒരു ഗവൺമെന്റിന്റെ മാത്രം ഇഷ്യൂ ഒന്നുമല്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ചെറുതാക്കി കാണിക്കുകയാണ് ചെയ്യാം. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്സ് ആദ്യം ഒന്ന് ചെറുതായിട്ട് സമ്മപ്പ് ചെയ്യാം. സത്യത്തില് ഇതിനെപ്പറ്റി വിശദീകരിക്കണമെങ്കിൽ ദിവസങ്ങളിൽ ഇരുന്ന് സംസാരിച്ചാൽ മതിയാവില്ല, അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിനെ എങ്ങനെ ഒരു മണിക്കൂറിനുള്ളിലേക്ക് ഒതുക്കുക എന്നുള്ള ചാലഞ്ചാണ് എന്റെ മുന്നിലുള്ളത്. അത് ഞാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം നമ്മൾക്ക് ചർച്ചയ്ക്കും അതേപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാനായിട്ട് ചെയ്യാം. ആ രീതിയിലാണ് ഇതിനെ ഘടന നിർവഹിച്ചിട്ടുള്ളത്. ഒന്നാമത് പറയുന്നത്, ഈ സർക്കാരിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് ഒരു രോഗലക്ഷണം മാത്രമാണ്. അത് യഥാർത്ഥത്തിലുള്ള രോഗമല്ല. രോഗം എന്ന് പറയുന്നത് കേരള സമ്പദ് വ്യവസ്ഥയുടെ ദുർബലതയാണ് രോഗം. ആ ദുർബലതയുടെ ഒരു പ്രതിഫലനം മാത്രമാണ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങള് തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, സോവറിൻ എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. നമ്മളെ രാജ്യത്തിനെ പറ്റി നമ്മൾ പറയും സോവറിൻ കൺട്രി. എന്താ ഈ സോവറിൻ കൺട്രി? നമ്മൾ പരമാധികാരമുള്ള ഈ രാഷ്ട്രം, ജനവിഭാഗം എന്ന് അഭിമാനത്തോടു കൂടി ലോകത്തോട് പറയുന്ന, മറ്റൊരാളുടെയും ഒരു വിധത്തിലുള്ള ആധിപത്യത്തെയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനെയോ അംഗീകരിക്കാത്ത നമ്മുടേതായിട്ടുള്ള നിലപാടുകളുള്ള ഒരു ജനതയാണ് എന്നുള്ളതാണ് ഈ സോവറിൻ എന്നുള്ളതിന്റെ വിശാലമായിട്ടുള്ള ഒരു അർത്ഥം. ആ പരമാധികാരം, ഈ പരമാധികാരത്തിന്റെ ഒരു ഭാഗമാണ് സാമ്പത്തികമായിട്ടുള്ള പരമാധികാരം എന്നുള്ളത്. അതായത് നമ്മൾ ആരുടെയും മുന്നിൽ കൈനീട്ടുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ കടം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മുടെ ബാധ്യത നിർവഹിക്കാൻ പറ്റാത്ത ഒരു നാണക്കേടിലേക്ക് എത്താതിരിക്കുക എന്നതിലൂടെ ഈ സോവറിനിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ സോവറിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിലെ ഇതൊരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ അത് ആർക്കൊക്കെ ബാധകമാണ്? സെൻട്രൽ ഗവൺമെന്റിനും ബാധകമാണ്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിനും ബാധകമാണ്. നിങ്ങൾക്കെല്ലാം അറിയണ്ടാവും, കൽക്കത്തയിലെ രാമകൃഷ്ണ മിഷൻ ഇവിടെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കേരള ഹൈക്കോടതിയിൽ. രാമകൃഷ്ണ മിഷൻ കേരള ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്ത കടപ്പത്രങ്ങളിൽ നിക്ഷേപിച്ച പൈസ KTDFC എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് ഫൈനാൻസ് ചെയ്യുന്ന കേരള ഗവൺമെന്റ് കോർപ്പറേഷൻ എന്ത് ചെയ്തില്ല? തിരിച്ചു കൊടുത്തില്ല. സമയമായപ്പോ തിരിച്ചു കൊടുക്കാത്തപ്പോ അവര് കോടതിയിൽ പോയി. എന്താ കോടതിയിൽ പോകാൻ കാരണം? തിരിച്ചു കൊടുക്കാത്ത ആദ്യം സർക്കാരിനോട് പറഞ്ഞു, നിങ്ങൾ ഗ്യാരണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിൽ നിക്ഷേപിച്ചത്. പക്ഷെ ഗവൺമെന്റ് കൈമലത്തി. അപ്പൊ ഗവൺമെന്റ് കൈമലത്തുക, ഞാനൊരു കാര്യം ഗ്യാരണ്ടി ചെയ്തിട്ട് അത് ഇൻവോക്ക് ചെയ്യുമ്പോൾ എന്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൈമലത്തുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മൾ സാധാരണ ഒരാളുടെ ഇതിൽ നോക്കുമ്പോൾ തന്നെ നമുക്കത് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല.
ഒരു സ്റ്റേറ്റ് തന്നെ അങ്ങനെ ചെയ്താലോ? ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയോ ആൾക്കാർ ചേർന്ന വലിയ ഒന്നാണ്. അപ്പൊ ഒരു രാഷ്ട്രത്തിന്റെ ആ ഒരു പരമാധികാരം എന്ന് പറയുന്നതിനെ തന്നെ അത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു കോൺടെസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ പോയിട്ട് എന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓപ്പൺ ആയിട്ട് അഡ്മിറ്റ് ചെയ്തു. എന്താ അഡ്മിറ്റ് ചെയ്തത്? ഞങ്ങൾ ഇപ്പോഴത്തെ സാമ്പത്തിക നില ഇതിനെയൊന്നും ഓണർ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. ക്ലീൻ ആയിട്ട് പറഞ്ഞു. സാധാരണഗതിയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററോ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററോ ഒരു ദിവസം പോലും അധികാരത്തിൽ തൊട്ടില്ല, രാജിവെച്ച് ഒഴിഞ്ഞു പോകും. കാരണം അത്രയും സീരിയസ് ആണ്. പക്ഷെ ആ സീരിയസ്നെസ് പോലും നമ്മുടെ ഭരണപക്ഷത്തിന് ഇല്ലെന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിന് ഇല്ലെന്ന് മാത്രമല്ല, ഇവിടുത്തെ മീഡിയക്കോ ഇവിടുത്തെ ആർക്കും തന്നെ അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. എന്നിട്ടും നമ്മൾ എന്ത് കുറ്റം കൊടുക്കുന്നു? ഇയാൾ നമ്പർ 1 കുറ്റം കൊടുക്കുകയും ചെയ്യും. ഇത് ഈ പ്രതിസന്ധിയുടെ ഒരു കാര്യം. പിന്നെ സ്വാഗത പ്രഭാഷകനും അധ്യക്ഷ പ്രസംഗം നടത്തിയ സാറൊക്കെ പറഞ്ഞതുപോലെ 100 കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഗവൺമെന്റിന്റെ ലയബിലിറ്റി സമയത്ത് മീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഒന്നും മീറ്റ് ചെയ്യപ്പെടുന്നില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഒരു ഡ്രൈവിംഗ് ലൈസൻസിനോ അല്ലെങ്കിൽ ഒരു RC ബുക്കിനോ പണം അടച്ചാൽ ആ പണം പോലും വകമാറ്റി ചെലവഴിക്കുന്നതുകൊണ്ട് നമുക്കൊരു RC ബുക്കോ ഡ്രൈവിംഗ് ലൈസൻസോ സമയത്തിന് ഡെലിവറി ചെയ്യാത്ത അവസ്ഥ മാസങ്ങളായിട്ട് ഇവിടെ തുടരുകയാണ്. നോബഡി ഈസ് ബോതേർഡ്. ഞാനൊരു പ്രത്യേക ആവശ്യം പറഞ്ഞിട്ട് ഒരു പൈസ അടച്ചാൽ അത് എനിക്ക് തരേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു സ്റ്റേറ്റിനില്ലേ? ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് എത്ര കാലമായി? ഇവിടെ RC ബുക്ക് ഇഷ്യൂ ചെയ്ത് എത്ര കാലമായി? ഇതിനൊക്കെ ആൾക്കാർ പൈസ അടയ്ക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഈ ബേസിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ കാര്യം പറഞ്ഞിട്ട് അതിന്റെ ഇവിടുത്തെ പേയ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസ് പോലും നമുക്ക് കൊടുക്കാൻ പറ്റാതെ എല്ലാ ബില്ലുകളും പെൻഡിങ് ആണ്. അതിനെപ്പറ്റി ഞാൻ നിങ്ങളെല്ലാം പത്രത്തിൽ വായിക്കുന്നതാണ്, കൂടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതൊക്കെ ഇതിന്റെ ഒരു സിംറ്റംസ് മാത്രമാണ്. ഞാൻ പറയുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇത് തലതിരിഞ്ഞ ഒരു സാമ്പത്തിക തത്വശാസ്ത്രത്തെ പ്രയോഗവൽക്കരിച്ചതിന്റെ പരിണിത ഫലമാണ്. അത് എത്രയോ ദശാബ്ദങ്ങളായിട്ട് നമ്മൾ തുടരുന്നതാണ്. അതിന്റെ ഇന്നത്തെ അവസ്ഥയാണ്. അത് എങ്ങനെ അതിലേക്ക് വന്നു എന്നുള്ളതിന്റെ ഒരു ഡേറ്റ് ലൈൻ അല്ലെങ്കിൽ ടൈം ലൈൻ അല്ലെങ്കിൽ അതിന്റെ ആ ഈവന്റ്സിന്റെ ഓർഡർ ആണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്ന്, ഉൽപാദന ഘടകങ്ങളെ നിർവീര്യമാക്കി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറയും. സ്റ്റെറിലൈസ് ചെയ്യാം. എന്തൊക്കെയാണ് ഉൽപാദനത്തിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാല്? എന്തിനാണ് ഉൽപാദനം? നമ്മളെല്ലാം ഉപഭോഗം നടത്തുന്നുണ്ട്. ഈ കേരളത്തിലുള്ള 3.5 കോടി ജനങ്ങളുടെയും ഉപഭോഗങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഉപഭോഗം എന്നുള്ളതിന് ഒരു പാവം ആരും കാണുന്നില്ല. നമ്മളെ എല്ലാവിധ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളും നമ്മള് അതിന് വേണ്ട കാര്യങ്ങൾ വേണം, അത് ഉപഭോഗം നടത്തണം. പക്ഷെ ഇതിനൊക്കെ എവിടുന്ന് വരുന്നു? ഇപ്പൊ സാറ് പവറിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, പക്ഷെ അതില് 20% ഏകദേശം എന്തുള്ളൂ? നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ ഉള്ളൂ. ബാക്കിയൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ്. ഏതൊരു കാര്യം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതിന്റെ സ്ഥിതി. ഇപ്പൊ പരമാവധി ഒരു പെർസെന്റേജ് ഉണ്ടെങ്കിൽ പാലിന്റെ കാര്യത്തിൽ ഒരു 75% ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതും ഈ സമ്മറിൽ ഇപ്പം മറ്റേ വെയിലൊക്കെ ചൂടൊക്കെ കൂടിയപ്പം അതും താഴ്ന്നു വരുന്നുണ്ട്. നിങ്ങൾ അരി എടുത്ത് നോക്കൂ. നമ്മൾ ആവശ്യത്തിന്റെ 25% ഇവിടെ ഉത്പാദിക്കുന്നുണ്ടോ? ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്നുണ്ടോ? പയർ ഉത്പാദിപ്പിക്കുന്നുണ്ടോ? പല അഞ്ജനങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ടോ? എന്തൊരു സംഗതി. നമ്മുടെ ഡ്രസ്സ് ഉത്പാദിപ്പിക്കുന്നുണ്ടോ? നമ്മളെ വാഹനങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ടോ? ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ പോലും നമ്മൾ ഉപഭോഗം നടത്തുന്നുണ്ട്, പക്ഷെ ഉത്പാദനം ഇല്ല. ഇതിന്റെ ഒരു നേർഛേദമാണ് എന്തിലൂടെ വെളിവാക്കപ്പെട്ടതെന്ന് അറിയോ? GST സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ വെളിവാക്കപ്പെട്ടത്. എന്താ ഈ GST സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്? നമ്മൾ ഇവിടെ നിന്ന് ഉത്പാദിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ എത്രയുണ്ട്, പുറത്തു നിന്ന് ഉത്പാദിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ എത്രയുണ്ട്, ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നേരത്തെ നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. GST വന്നതോടുകൂടി ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭക്ഷ്യവസ്തുക്കളിലെ ബഹുഭൂരിപക്ഷവും GST ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഒഴിവാക്കിയപ്പോൾ നമ്മുടെ മേജർ ആയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ഉപഭോഗ വസ്തു എന്ന് പറഞ്ഞാൽ ഭക്ഷ്യമാണ്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് പോലും നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് കൊടുക്കുന്നതിന്റെ വാല്യൂ 50,000 കോടിയേ ഉള്ളൂ. അതേസമയം നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന്റെ വാല്യൂ 1,55,000 കോടിയുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് നമ്മുടെ വ്യാപാര മിച്ചം അല്ലെങ്കിൽ വ്യാപാര കമ്മി എന്ന് പറഞ്ഞാൽ 1,05,000 കോടിയുടെ വ്യാപാര കമ്മിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ മൊത്തം കയറ്റുമതിയുടെ ഇരട്ടിയിലധികം വ്യാപാര കമ്മിയുണ്ട്.
അതും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന്റെ 1/3 മാത്രമേ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ മറ്റൊരു അർത്ഥം എന്താണ്? എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് സർവൈവ് ചെയ്തു പോകുന്നു? നമ്മൾ ഈ വളരെ ശക്തമായിട്ടുള്ള ഇന്ത്യൻ എക്കണോമിയുടെ പാർട്ടായതുകൊണ്ടാണ് നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുന്നത്. അതാണ് യാഥാർത്ഥ്യം. ഇതൊരു സ്വതന്ത്ര രാജ്യമായിരുന്നു കേരളം. ഇവിടെ പലരും ഈ കേരളത്തിന്റെ സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ സ്വപ്നം കാണുന്നൊക്കെ ഉണ്ട്. അത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞിട്ട് 4 സ്റ്റേറ്റിനെ ഇങ്ങോട്ട് വേറെ ആക്കാൻ ചിന്തിക്കുന്ന അതിന് വേറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്? ഈ കേരളം ഒരു സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ ആണെങ്കിൽ നമ്മൾ ഇതെല്ലാം വിദേശ നാണ്യം കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ എല്ലാ പുറത്തുനിന്ന് വരുന്ന സാധനം വിദേശ നാണ്യം കൊടുത്ത് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡോളർ ഈക്വലന്റ് ആയിട്ടുള്ള കൊടുക്കേണ്ടി വരും. ഇവിടെ തമിഴ്നാട്ടിൽ ഒരു സാധനം കിട്ടണമെങ്കിൽ റുപ്പി കൊടുത്താൽ പോരാ, അന്നേരം എന്ത് കൊടുക്കണം? തമിഴ്നാട് ഇന്ത്യയുടെ ഭാഗമാണ്, നമ്മൾ വേറെയാണ്. അപ്പൊ നമ്മൾ ഡോളർ കൊടുക്കേണ്ടി വരും. നമുക്കിപ്പം അമേരിക്കന്നോ ഇംഗ്ലണ്ടിന്നോ അല്ലെങ്കിൽ ഫിലിപ്പൈൻസിനോ ഒരു സാധനമാണെങ്കിൽ ഡോളർ കൊടുത്താലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു വിദേശ നാണ്യം കൊടുത്താലേ കിട്ടുള്ളൂ. അതുപോലെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ റുപ്പി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒരു പ്രത്യേക കറൻസി ഉണ്ടായിരുന്നെങ്കിൽ, അത് ഫ്ലോട്ട് ചെയ്യാൻ വിട്ടിരുന്നെങ്കിൽ, ഒരു ഡോളറിന് ചിലപ്പം നമ്മുടെ ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും ഒക്കെ പറ്റിയ പോലെ അത്രയും വലിയ മൂല്യത്തകർച്ച നമ്മുടെ കറൻസിക്ക് ഉണ്ടാകുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഈ ഓരോ സാധനവും വാങ്ങാൻ പോകുമ്പോൾ ഇന്ന് അരി 40 രൂപയ്ക്കോ 50 രൂപയ്ക്കോ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മള് 250 രൂപയോ 300 രൂപയോ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയായിരുന്നു. ഇതുപോലെ ഓരോ സാധനത്തിനും വരികയായിരുന്നു. അങ്ങനെ വരാത്തത്, ഇത്രയും വലിയൊരു ട്രേഡ് ഡെഫിസിറ്റ് നമുക്ക് ഉണ്ടായിട്ടും നമ്മളെ അത് ഇത്ര ബാധിക്കാത്തത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ പറഞ്ഞ സംഗതികളൊക്കെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വരുന്നു. 2, ഇത് വാങ്ങാനുള്ള പൈസ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഉന്തി വിട്ടിരിക്കുന്ന പ്രവാസികൾ നമുക്ക് അയച്ചു തരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രവാസികൾ അയച്ചു തരുന്ന പൈസ ഉപയോഗിച്ച് മറ്റുള്ളവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ടാണ് ഇന്ന് നമ്മൾ തുടരുന്നത്. ഈ ഉൽപാദനത്തിന് നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ കഷ്ടമാണ്. അപ്പോ ഉപഭോഗം പാപം അല്ലെങ്കിൽ ഉൽപാദനം എങ്ങനെയാ പാപമാവുക? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, ഉൽപാദനം നടത്താത്ത ആൾക്ക് ഉപഭോഗത്തിനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമുണ്ടോ? ഇതാണ് വേറൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോ ഉൽപാദനത്തിന്റെ പ്രാധാന്യത്തെ നമ്മൾ അവഗണിച്ചു കാലാകാലമായിട്ട് എന്നുള്ളതാണ് ഇവിടെ വെളിവാകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ ഒരു ട്രേഡ് ഡെഫിസിറ്റ് വന്നിട്ടുള്ളത്. ഇനി ഈ 50,000 നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് തന്നെ ഇവിടെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യയുടെ ഒട്ടാകെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേഷൻ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളുടെ ഉൽപാദനം. ഉദാഹരണത്തിന് ഇവിടെ INS വിക്രാന്ത് ഉണ്ടാക്കി എറണാകുളത്ത്, അതിനൊരു 15,000 കോടി രൂപയുണ്ട്. അപ്പൊ ഈ 50,000 15,000 കോടി അതാണ്. അത് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയെങ്കിൽ അതും പോയില്ലേ? അത് ചില സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നേരത്തെ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ട് സ്ഥാപിച്ചത് കൊണ്ടാണ് അത്രയും ഉണ്ടായത്. ഉദാഹരണത്തിന് തുമ്പേന്ന് റോക്കറ്റ് ഉണ്ടാക്കുന്നു, അതിന്റെ വാല്യൂ. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളുടെയും കൂടി വാല്യൂ ചേർത്തിട്ടാണ് ഈ 50,000 ആയത്. അപ്പൊ അതും ഇല്ലെങ്കിൽ എത്രയും വീണ്ടും കുറയും നോക്കുക. അപ്പോ നമ്മള് മൊത്തത്തിൽ ഉത്പാദിപ്പിക്കുന്നതും ഉപഭോഗം നടത്തുന്നതും തമ്മിൽ വളരെ വലിയ വേരിയൻസ് ഉണ്ട്. ഈ വേരിയൻസ് ഒരു വ്യാപാര കമ്മി ആയിരുന്നെങ്കിൽ നമ്മൾ പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ സൗത്ത് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള റൊഡേഷ്യ, പഴയ റൊഡേഷ്യ ഉണ്ട്, നമീബിയ എന്ന് പറയും, സിംബാബ്വെ എന്ന് പറയും പുതിയ പേര്. അതേപോലെ തന്നെ ഈ രാഷ്ട്രങ്ങളൊക്കെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ നമ്മളതുപോലെയുള്ള പോളിസികൾ പിന്തുടരുകയും നമ്മൾ ഇതേപോലെയുള്ള പ്രതിസന്ധികൾ എത്തിച്ചേരുകയും ചെയ്ത രാജ്യങ്ങളാണ്. വെനിസ്വേല, സൗത്ത് അമേരിക്കൻ രാജ്യമായിട്ടുള്ള വെനിസ്വേല, ഈ വെനിസ്വേലയ്ക്കും ഈ സിംബാബ്വേക്കും ഈ പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കും ഒക്കെ വന്നിരുന്ന അവസ്ഥ ഗ്രീസ് ഇടക്കാലത്ത് വന്നു. ഇതൊക്കെ 21ാം നൂറ്റാണ്ടിലെ എക്സാമ്പിളുകളാണ്. ഇതേ 20ാം നൂറ്റാണ്ടുകളിൽ നടന്നതാണ്. ആർക്കൊക്കെ? സോവിയറ്റ് യൂണിയനും ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒക്കെ ഇതേ പ്രതിസന്ധിയാണ് ഉണ്ടായത്. ഇതിനൊക്കെ ഉള്ള പിന്നിലുള്ള കാര്യം എന്താണ്? ഈ തൊഴിലാളി വർഗ സർവാധിപത്യത്തെ പ്രയോഗവൽക്കരിച്ചതാണ്. ഈ സർവാധിപത്യത്തെ ഒന്നാമത് ഈ സർവാധിപത്യം എന്നുള്ളത് ഡെമോക്രസിക്ക് എതിരാണ്. ആരുടെ സർവാധിപത്യമായിരുന്നു? അത് ഡെമോക്രസിക്ക് ചേരുന്നതല്ല. രണ്ടാമത്തത്, ഉൽപാദനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടുണ്ടാകുന്നതാണ്.
അതിൽ ഒരു ഘടകത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് മറ്റുള്ളതിനെല്ലാം അവഗണിക്കുമ്പോൾ ആ വ്യവസ്ഥയെ നമുക്ക് സസ്റ്റൈനബിൾ ആക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോ ഈ സോവിയറ്റ് യൂണിയൻ തകർന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ തകർന്നു. ഇതൊക്കെ തകർന്നപ്പോ 21ാം നൂറ്റാണ്ടില് ഇതിന്റെ പ്രണേതാക്കൾ വീണ്ടും പറഞ്ഞതാണ്, ഞങ്ങൾ ഈ തെറ്റുകളിൽ നിന്നൊക്കെ പാഠം പഠിച്ച് വീണ്ടും ഇതിനെ വിജയത്തിലേക്ക് നയിക്കുന്ന പറഞ്ഞത്. ഈ 21ാം നൂറ്റാണ്ടിൽ ഈ പാഠമൊക്കെ പഠിച്ചതിന് ശേഷമാണ് സിംബാബ്വേയുടെ എക്സാമ്പിൾ ഉണ്ടായത്, ഈ വെനിസ്വേലയുടെ എക്സാമ്പിൾ. വെനിസ്വേല എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് വളരെ പിന്നോട്ടൊന്നല്ല, ഒരു 35 കൊല്ലം മുമ്പേ യുഎസ്എക്ക് സമാനമായിട്ടുള്ള പ്രതിശീർഷ വരുമാനം ഉണ്ടായിരുന്ന രാജ്യമാണ്. കാരണം എണ്ണയിൽ സമ്പന്നമാണ്. എണ്ണയിൽ അത്രയും സമ്പന്നമായിട്ടുള്ള ആ രാജ്യം, അവിടെ ഷാവേസ് എന്ന് പറയുന്ന ഒരു ഇടത് ഭരണാധികാരി അധികാരത്തിലെത്തിയിട്ട് ഇവര് മുന്നോട്ട് വെക്കുന്ന സമ്പദ്ഘടന, നമ്മുടെ തോമസ് ഐസക് ഒക്കെ പറയുന്ന രീതിയിലുള്ള പോളിസികൾ നടപ്പാക്കിയിട്ട് കുത്തുവാള എടുത്തിട്ട് അവിടെ അരാജകത്വവും ജനങ്ങളുടെ പലായനവും മറ്റ് സ്റ്റേറ്റുകളിലേക്കുള്ള ഓട്ടവും പിന്നെ ക്രിമിനൽ സംഘങ്ങളുടെ വളർച്ചയും. ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇവര് വളരെ വലിയ സുന്ദര വാഗ്ദാനങ്ങൾ നൽകി ഔട്ടോപ്യൻ സ്വപ്നം കണ്ടിട്ട് നടപ്പാക്കാൻ ശ്രമിച്ചോടത്തിലൊക്കെ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ളത് ഏറ്റവും വലിയ അരാജകത്വമാണെന്നുള്ളതാണ്. സോവിയറ്റ് യൂണിയന്റെ കാര്യത്തിന് എടുക്കുക. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോ എന്താ ഉണ്ടായത്? മാഫിയ സംഘങ്ങളുടെ തേർവാഴ്ചയാണ് റഷ്യയിൽ ഉണ്ടായത്. മാത്രമല്ല റഷ്യൻ പെൺകുട്ടികള് സിംഗപ്പൂരിലും ഡൽഹിയിലും ബെർലിനിലും പാരീസിലും അവരുടെ സ്വന്തം ശരീരം വിൽക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു. ഇതാണ് ഈ പോളിസി കണ്ടിന്യൂ ചെയ്ത എല്ലാ രാജ്യങ്ങൾക്കും. നിങ്ങളിപ്പോ ഗ്രീസിനെ എടുത്തു നോക്കൂ, അതല്ലെങ്കിൽ സിംബാബ്വെ എടുത്തു നോക്കൂ, വെനിസ്വേല എടുത്തു നോക്കൂ, ഇവർക്കൊക്കെ ഉണ്ടായത്. ചൈന മാത്രം എന്ത് ചെയ്തു? ചൈന ഇത് നേരത്തെ മനസ്സിലാക്കി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യയും ചൈനയും ഏകദേശം ഒരേ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടി അവരുടെ രാഷ്ട്ര പുനർനിർമ്മാണം തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളാണ്, വൻ രാഷ്ട്രങ്ങളാണ്. ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് തെരഞ്ഞെടുത്തത്, ചൈന കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ തെരഞ്ഞെടുത്തു. ഏകദേശം ഒരു 47 മുതൽ 77 വരെ അല്ലെങ്കിൽ 80 വരെയുള്ള സമയത്ത് ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി തെരഞ്ഞെടുത്ത ചൈനയുടെ പ്രതിശീർഷ വരുമാനം മിശ്ര സമ്പദ് വ്യവസ്ഥ തെരഞ്ഞെടുത്ത ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനത്തെക്കാൾ താഴെയായിരുന്നു. ഇത് വേൾഡ് ബാങ്കിന്റെ ഡാറ്റ ഉണ്ട് ഇതില്. അതേസമയം ഇന്ത്യ എപ്പോഴാണ് ലിബറലൈസേഷൻ തുടങ്ങിയത്? 1991 അല്ലെ, നരസിംഹറാവു പ്രധാനമന്ത്രി ആയതിനു ശേഷം. അതും ഈ ഒരു അടിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വന്നപ്പോ ആരാണ് അതിനുള്ള രൂപരേഖ ഉണ്ടാക്കിയത്? മൻമോഹൻ സിംഗ്. ഈ മൻമോഹൻ സിംഗ് അതുവരെയുള്ള 30 വർഷം എന്തായിരുന്നു ചെയ്തിരുന്നത്? ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ സോഷ്യലിസം നടപ്പാക്കാൻ എല്ലാവിധ ശ്രമവും നടത്തുകയായിരുന്നു. അത് ഫെയിലറിൽ എത്തിയപ്പോ അദ്ദേഹം തന്നെയാണ് നരസിംഹറാവുവിന് എന്ത് പറഞ്ഞു കൊടുത്തത്? നമുക്ക് ഈ വഴിയിൽ ഇനി പോയിട്ട് കാര്യമില്ല, നമുക്കൊരു യൂട്ടേൺ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വേറൊരു ബ്ലൂ പ്രിന്റ് മുന്നോട്ട് വെച്ചിട്ട് ലിബറലൈസേഷൻ മുന്നോട്ട് കൊണ്ടുവന്നത്. അതേസമയം നമ്മൾ 91 സാഹചര്യങ്ങളുടെ നിർബന്ധമുണ്ട്. എന്താ ഈ സാഹചര്യങ്ങളുടെ നിർബന്ധം? ഫസ്റ്റ് ടൈം ഇന്ത്യ ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസ് ഡിഫോൾട്ട് ചെയ്യുമോ എന്നുള്ള അവസ്ഥയിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞു സോവറിൻ. അങ്ങനെ ആ ഡിഫോൾട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയാ, ഇനി പോയി തൂങ്ങിച്ചത്തോ എന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറയില്ലേ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതിന്റെ അത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രം എത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസ്ഥ എത്തി നിർബന്ധിതമായപ്പോഴാണ് നമ്മൾ അതുവരെ തുടർന്ന പോളിസികളിൽ നിന്നും വ്യതിചലിച്ച് പുതിയ LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ള ഒരു ഇതിലേക്ക് മാറിയത്. പക്ഷെ ചൈന അതിന് ഏകദേശം 10-12 കൊല്ലം മുമ്പ് തന്നെ ഈ ഇത് മനസ്സിലാക്കി. ഡെങ് സിയാവോപിങ് അദ്ദേഹം പറഞ്ഞു, പൂച്ച വെളുത്തതോ കറുത്തതോ എന്നുള്ളതല്ല, അത് എലിയെ പിടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കോട്ടാണ്, പൂച്ച കറുത്തതോ വെളുത്തതോ എന്നുള്ളതല്ല, അത് എലിയെ പിടിക്കുന്നുണ്ടോ. നിങ്ങൾ എന്ത് വ്യവസ്ഥിതി തുടരുന്നുണ്ടോ എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഉപഭോഗം നടത്താനുള്ള നിങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഇതാണ് ബേസ്, ഇതാണ് ബേസിക്. ഇവിടെയാണ് പ്രശ്നം. നിങ്ങൾക്ക് ഉപഭോഗം നിങ്ങൾ വളരെ പുണ്യമായി കരുതുന്നെങ്കിൽ, കേമമായി കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഉത്പാദനം നടത്തണം. എല്ലാം ഉത്പാദിച്ചിട്ടില്ലെങ്കിലും കുറെയൊക്കെ നിങ്ങൾ വാങ്ങാം, അതിന് കൊടുക്കാനുള്ള പണം നിങ്ങൾക്ക് ഉത്പാദനത്തിലൂടെ ഉണ്ടാവണം. ഇത് രണ്ടും ഇല്ലെങ്കിലാണ് രാഷ്ട്രങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലാവുക. കേരളവും അതുപോലെയുള്ള ഒരു പ്രതിസന്ധിയിലാണെന്നാണ് ഈ GST ഡാറ്റ നമ്മളോട് പറയുന്നത്. 1,55,00,000 നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് ഈ 50,000 കോടിയേ ഉള്ളൂ. ആ
50,000 കോടി തന്നെ ഈ കപ്പലിന്റെയും റോക്കറ്റിന്റെയും അല്ലെ ഇവിടെയുള്ള എണ്ണ ശുദ്ധീകരണ ശാലകള് റിഫൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന എണ്ണ അപ്പുറത്ത് അതിർത്തി കടന്ന് അങ്ങോട്ട് പോകുന്നതിന്റെ ഒക്കെ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ച്വൽ കോൺട്രിബ്യൂഷൻ 50,000 വീണ്ടും 20,000 25,000 ആയിട്ട് കുറയുക ചെയ്യുന്നത്. അതേസമയം നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് 1,55,000. എത്ര മടങ്ങാണെന്ന് നോക്കൂ. അപ്പൊ നിങ്ങളൊന്നും ഉത്പാദിപ്പിക്കാതെ എല്ലാം ഉപഭോഗം നടത്തണം എന്ന് പറഞ്ഞാൽ എത്ര കാലം ഇത് നടക്കും? 10 ചക്കിക്കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും. അത് ഒരു എന്താ പറയാ മിഥ്യാധാരണ മാത്രമാണ്. ഈ മിഥ്യാധാരണയിലാണ് ഇത് ഞാൻ പറയുന്നതല്ല. നമ്മുടെ ഡോക്ടർ അശോക് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടിരുന്ന ഒരു IAS ഓഫീസറുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ തിരഞ്ഞാൽ കിട്ടും. അദ്ദേഹം പറയുന്നത് നമ്മുടെ മന്ത്രിമാർക്കോ ഭരണകർത്താക്കൾക്കോ ഈ ഭരണത്തിനുള്ള പണം അല്ലെങ്കിൽ ഈ റിസോഴ്സ് എവിടുന്ന് വരുന്നു എന്ന് യാതൊരു ധാരണയില്ല എന്നുള്ളതാണ്. ഈ സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എക്കണോമിയുടെ ഒരു പാർട്ട് മാത്രമാണ്. എക്കണോമി ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഈ സർക്കാരിനെ താങ്ങി നിർത്താൻ പറ്റുള്ളൂ. ഈ എക്കണോമിയിലെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുമ്പോൾ അതില് ഒരു പുഷ്പത്തിൽ നിന്ന് തേനെടുക്കുന്നത് പോലെ, അങ്ങനെയാണ് ചാണക്യൻ പറയുന്നത്, നികുതി പിരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഷ്പത്തിൽ നിന്ന് വണ്ട് എങ്ങനെ തേനെടുക്കുന്നു അതുപോലെ സർക്കാർ എടുക്കാൻ പറ്റും. കാരണം ആ തേനെടുക്കുന്നത് പൂവിനെയോ ചെടിയോ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. ആ രീതിയിൽ വേണം ചെയ്യാൻ. പക്ഷെ അതിന് പൂവും ചെടി ഇങ്ങനെ എന്ത് ചെയ്യണം? നാട് മുഴുവൻ പിരിഞ്ഞ് ഉണ്ടാക്കണം. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? എല്ലാത്തിനെയും വെട്ടി നിരത്തിയിട്ട് ഈ പൂന്തോട്ടത്തിലേക്കല്ലേ സമമായിട്ട് വരുന്നത്, അത് നടപ്പാക്കി. അതോടുകൂടി എന്തായി? ഈ വെട്ടി നിരത്തിയ ചെടികളുടെ പൂവോ കായ എന്താ ഉണ്ടാവും? അതുകൊണ്ടാണ് പഴയ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ടുള്ള ആനന്ദമൂർത്തി സാർ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, നിങ്ങൾ ഉയരത്തിലേക്ക് വളരാൻ അനുവദിക്കൂ. വളരാൻ അനുവദിച്ചാൽ മാത്രമേ ഉയർന്നു പോകുന്ന ശിഖകളിലാണ് പൂവും കായും ഉണ്ടാകുന്നത്. ഇത് ബേസിക് കോമൺ സെൻസ് ആണ്. ഉയർന്നു പോകുന്ന ശിഖരങ്ങളിലാണ് പൂവും കായും ഉണ്ടാകുന്നത്. ആ പൂവും കായും ഉണ്ടാവാൻ നമ്മൾ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. നമ്മളെല്ലാരെയും വെട്ടി എന്തൊക്കെ ഒന്ന് വലുതായാലും വെട്ടി നിരത്തിയിട്ട് ഇത് നടപ്പാക്കുക ചെയ്തിരുന്നത്. ഇതിന്റെ അവസ്ഥയാണ് എന്ത് വന്നത്? നമ്മുടെ ഉപഭോഗം ഈ 1,50,000 കോടിയിലും നമ്മുടെ ഉത്പാദനം കണക്കിൽ 50 ഉണ്ട്. ആ 50 ആക്ച്വലി മറ്റുള്ളത് പലതും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 20 25 ഉണ്ടാവുള്ളൂ. നമ്മുടെ ഉത്പാദനത്തിന്റെ 5 6 ഇരട്ടി ഉപഭോഗവും അത്രയും ഭീമമായിട്ടുള്ള ഒരു വ്യാപാര കമ്മിയും നമുക്ക് ഉണ്ടായി എന്നുള്ള വസ്തുത. ഇതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. ഇതിന്റെ ബാക്കിയാണ് ബാക്കി എല്ലാ പ്രശ്നവും. കാരണം നിങ്ങളിൽ ഒരുപാട് ഉത്പാദന നാട്ടിൽ നടന്നാൽ മാത്രമേ എന്തുള്ളൂ? ഗവൺമെന്റിന് നികുതി പിരിക്കാനും റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുള്ളൂ. ആ അവസരങ്ങൾ ഉണ്ടാക്കണമെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. അതിനെ നശിപ്പിക്കുക നമ്മൾ ചെയ്തത്. പണ്ടാരെ പറഞ്ഞ പോലെ ദീപങ്ങളൊക്കെ കെടുത്തി ഞാൻ പ്രാർത്ഥിച്ചു ദീപമേ നയിച്ചാൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എവിടെയും ഉത്പാദനത്തിന് എവിടെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും നമുക്കത് വേണം തോന്നില്ല. അതാണ് അതിൽ ഏറ്റവും വലിയ കഷ്ടം. അപ്പൊ ഉദാഹരണത്തിന് അടുത്ത് കുട്ടനാട്ടിലെ നെൽകൃഷിക്കാർക്ക് പണം കൊടുക്കാൻ പറ്റാതെ അവർ ആത്മഹത്യ ചെയ്യുന്ന ഒരു വിഷയം കഴിഞ്ഞ വർഷം ഉണ്ടായി. നമുക്കറിയാം, നമ്മുടെ ആവശ്യത്തിനുള്ള ഏകദേശം 15-20% നെല്ല് മാത്രമേ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി 80-85% പുറത്തുനിന്ന് വരിക. ഈ 15 നിലനിർത്താൻ കഴിയണം എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ നമ്മുടെ ഒരു മന്ത്രി പറയാണ് അവരിപ്പോ നെല്ലുണ്ടാക്കിയില്ലെങ്കിൽ എന്താ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത. അപ്പൊ ഇവിടുത്തെ ഒരു മന്ത്രി ചോദിച്ച ചോദ്യമാണ്. ചോദിച്ചിട്ട് 6 മാസമായിട്ടേ ഉള്ളൂ അല്ലെ, അതിൽ കൂടുതലായിട്ടില്ല. അപ്പോ ഈ ഒരു വളരെ ശുഷ്കമായി ഇപ്പോൾ ഉത്പാദനമെങ്കിലും ഇവിടെ നിലനിർത്തണം എന്നുള്ള ഒരു ബോധം പോലും ഇപ്പോഴും ഇവർക്കില്ല എന്നുള്ളത് എന്തുമാത്രം രൂക്ഷമാണ് ഈ പ്രശ്നം എന്നുള്ളത് കാണിച്ചു തരികയാണ്. ഇത് ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്താണ്, എങ്ങനെയാണ് എന്നിട്ട് നമ്മൾ നിലനിന്നു പോകുന്നത് എന്നുള്ളതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 ഉത്തരങ്ങള്. ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ളത് വളരെ ചീപ്പായിട്ട് ശക്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നമുക്ക് ഒരു ഭാഗത്തു നിന്ന് സപ്ലൈ സൈഡ് മാനേജ് ചെയ്യുന്നു. ഇനി അതിന് ഡിമാൻഡ് ഉണ്ടാവാനുള്ള ചോദനം എങ്ങനെ ഉണ്ടാകുന്നു? നമ്മള് കയറ്റി അയച്ചിരിക്കുന്ന നമ്മുടെ മാൻ പവർ ഇങ്ങോട്ടേക്ക് അയക്കുന്ന പണം കൊണ്ട് ഇത് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇവിടെയുള്ള പ്രശ്നം ഇതൊന്നും സസ്റ്റൈനബിൾ അല്ല എന്നുള്ളതാണ്. ഈ പുറത്തുനിന്ന് വരുന്നത് കാലാകാലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കാൻ വയ്യ. ഇനി വരികയാണെങ്കിൽ തന്നെ അത് എത്രത്തോളം ആശാസ്യമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുട്ടികളൊന്നും ചെറുപ്പക്കാരൊന്നും നാട്ടിലില്ലാത്ത അവസ്ഥ.
പ്രായമായ രക്ഷിതാക്കളെ കൂടെ ആരും ഇല്ലാത്ത അവസ്ഥ. ഇതൊക്കെ എത്ര ആശാസ്യകരമാണ് അവർക്ക്. അല്ലെങ്കിൽ അവർക്കൊന്നും ഈ നാട്ടിൽ ഒരു കാര്യത്തിലും ഒന്നിനും പങ്കാളിത്തം ഇല്ലാത്തൊരവസ്ഥ. അവരൊക്കെ എവിടെയോ നാട് കടത്തപ്പെട്ടവരെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഈ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോറിഫൈഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണെന്ന് ഞാൻ പറയും. ചിലപ്പം ആൾക്കാർ എന്നെ അതിനെ ചീത്ത പറയും ഞാനങ്ങനെ പറഞ്ഞാൽ. ഈ ഹ്യൂമൻ ട്രാഫിക് എന്നുള്ളത് ഒരു നല്ല വാക്കായിട്ട് ആരും കണക്കാക്കുന്നില്ല. നമ്മൾ ഈ ആൾക്കാരെ ഇവിടെ ഒരു നിവൃത്തിയില്ലാതെ പുറത്തേക്ക് തള്ളിവിട്ട് അവരിൽ നിന്ന് ഈ വരുമാനം ഉണ്ടാക്കുന്നത് ഒരു ഗ്ലോറിഫൈഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്. അത് നമുക്ക് അഭിമാനകരമല്ല. ഇവിടെ തന്നെ വളരാനും വികസിക്കാനും പൂവും കായും ആകാനുമുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല സ്റ്റേറ്റിന്റെ ലക്ഷണം. ആ ലക്ഷണം ഇല്ല, എന്നിട്ടും നമുക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു അടിസ്ഥാന പ്രശ്നം. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉൽപാദനത്തിന്റെ പ്രാധാന്യത്തെ അവഗണിച്ചു. എങ്ങനെയാണ് ഉൽപാദനം ഉണ്ടാവുന്നത്? അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ്. ഈ 4 എണ്ണമാണ് ഉൽപാദനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമിയും അതിനോടനുബന്ധിച്ചുണ്ടാവുന്ന എല്ലാ വിഭവങ്ങളും. ലേബർ എന്ന് പറഞ്ഞാൽ അധ്വാന ശേഷി, കായികവും മാനസികമായിട്ടുള്ള എല്ലാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം. എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സംരംഭകത്വം എന്ന് പറഞ്ഞാൽ ഇതിന് 4നെയും കൂട്ടിയിണക്കി ഈ റോ ആയിട്ടുള്ള ഘടകങ്ങളിൽ നിന്നും ഉൽപ്പന്നത്തിലേക്ക് എത്തിക്കുന്ന ആ പ്രോസസ്സിനെ നേതൃത്വം കൊടുക്കാനുള്ള കഴിവ്, അതിനെയാണ് സംരംഭകത്വം എന്ന് പറയുന്നത്. നമ്മൾ ഈ 4 എണ്ണത്തിന്റെയും വാല്യൂ തിരിച്ചറിഞ്ഞിട്ടില്ല, അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ലേബർ. ഇവിടെ ഈ തൊഴിലാളി വർഗ സർവാധിപത്യം എന്നുള്ള ഒരു ആശയത്തിനെ പ്രയോഗവൽക്കരിച്ചപ്പോ ഒരു സംരംഭത്തിനെയും നമ്മൾ വളരാൻ അനുവദിച്ചില്ല. അവിടെയൊക്കെ ഇതെന്തോ ചൂഷണമാണ്, ഇവരുടെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല, ഈ മിച്ച മൂല്യം കൊണ്ടുപോകുന്ന ആൾക്കാരെ മാത്രമാണ് ഇത് നടത്തുന്നവര് എന്നുള്ള ഒരു ധാരണ സമൂഹത്തിൽ വളരുകയും അതിനോടൊക്കെ ശത്രുതാപരമായിട്ടുള്ള ഒരു നിലപാടെടുക്കുകയും അതൊക്കെ എങ്ങനെ പൂട്ടിക്കാം എന്നുള്ളത് മാത്രം ചെയ്യുകയും ചെയ്തു. അത് കാരണം എന്തായി, ഉള്ള ഇൻഡസ്ട്രീസ് ഒക്കെ പൂട്ടി, പുതുതായിട്ടൊന്നും ഉണ്ടാവാതിരുന്നു. പിന്നെ എങ്ങനെയാണ് ഉപഭോഗം ഉണ്ടാവുക? മാത്രമല്ല ഈ പ്രോസസ്സില് കേരളത്തിലെ എല്ലാത്തിന്റെയും വില കൂടി. എല്ലാത്തിന്റെയും വില കൂടുമ്പോൾ നമ്മളതൊരു ഹൈ കോസ്റ്റ് എക്കണോമിയാണ്. ഹൈ കോസ്റ്റ് എക്കണോമിക്കുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിന് കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാവില്ല, മത്സരക്ഷമത ഉണ്ടാവില്ല. ഈ മത്സരക്ഷമത ഇല്ലാതാവുമ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റിനും പുറത്തുനിന്നുള്ള പ്രൊഡക്റ്റുമായിട്ട് മത്സരിച്ച് നിലനിൽക്കാൻ പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ യുദ്ധത്തില്, ഇത് ശരിക്കും ഒരു യുദ്ധമാണ്. നമ്മുടെ പണ്ട് കാലത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ നേരിട്ട് പോയി ആക്രമിച്ച് എല്ലാം കീഴടക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള യുദ്ധമല്ല. 2ാം ലോകമഹായുദ്ധത്തിന് ഈ ചോര ചിന്താതിയാണ് യുദ്ധം നടക്കുന്നത്. എങ്ങനെ? വ്യാപാരത്തിലൂടെയാണ് യുദ്ധം നടക്കുന്നത്. നിങ്ങളുടെ സാധനത്തിന് നിങ്ങൾക്ക് എത്രത്തോളം വില ഈടാക്കാൻ പറ്റുന്നു അത്രയും മൂല്യം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾ വാങ്ങുന്നതിനൊക്കെ നിങ്ങളൊന്നും കൊടുക്കാതിരിക്കുകയും നിങ്ങൾ കൊടുക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് നല്ലോണം കിട്ടുകയും ചെയ്താൽ നിങ്ങൾ സമ്പന്നരാകും. അങ്ങനെയാണ് ഈ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ അവരുടെ സയന്റിഫിക് ആയിട്ടുള്ള ഇന്നോവേഷൻസിനെ ലിവറേജ് ചെയ്തിട്ടും അവരുണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക ഘടന, കോർപ്പറേറ്റ് ഘടന ഉപയോഗിച്ചിട്ട് MNCs വളർത്തിയിട്ടും ലോകത്ത് സാമ്പത്തിക ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത്.